ആളുകളെ സന്തോഷിപ്പിക്കുന്ന രീതിയിലൊരു പരസ്യം കൊടുത്തു. ഈ മുസ്ലിം സംഘടനകളുടെ പത്രത്തിൽ വേറൊരു കൊടുത്തു. അന്നും നമുക്ക് മനസ്സിലാക്കാം. പക്ഷേ ഇത് അതിനേക്കാൾ വലിയതായ, ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞതുപോലെ വെള്ളത്തിന് തീപിടിപ്പിക്കുന്നത് പോലുള്ള ഒരു വർഗീയ പ്രചരണമാണ്. സംഘപരിവാർ തോറ്റ് നാണം കെട്ട് തലകുനിച്ചിരിക്കും ഇവരുടെ മുമ്പിൽ. അതുപോലത്തെ ഒരു പ്രചരണമാണ് ഇവർ നടത്തിയിരിക്കുന്നത്. നിങ്ങൾ മനസ്സിലാക്കേണ്ട ഏറ്റവും പ്രധാന കാര്യം, പാലക്കാട്ട് 3ാം സ്ഥാനത്ത് CPM പോകുമെന്ന് ഉറപ്പിച്ചിട്ടും അവർ ഈ ചെയ്യുന്നത് ന്യൂനപക്ഷ വോട്ടുകൾ സ്പ്ലിറ്റ് ചെയ്ത് വിഭജിച്ച് BJPയെ ജയിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ഇപ്പോൾ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. അവസാന റൗണ്ട് എന്തു വന്നാലും UDF നോക്കണം എന്നുള്ള വാശിയോടുകൂടി UDFനെ പരാജയപ്പെടുത്താൻ, UDFന് കിട്ടാൻ സാധ്യതയുള്ള ന്യൂനപക്ഷ വോട്ടുകൾ അത് വിഭജിച്ച് BJPയെ ജയിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള ഏറ്റവും ഹീനമായ തന്ത്രമാണ് ഇപ്പോൾ നടപ്പാക്കിക്കൊണ്ടിരിക്കുന്നത്. അത് തന്നെയാണ് മുനമ്പം വിവാദത്തിൽ 10 മിനിറ്റ് കൊണ്ട് സർക്കാരിന് തീർക്കാൻ കഴിയുമായിരുന്ന വിഷയം സംഘപരിവാറിന് ഇടമുണ്ടാക്കി കൊടുത്ത്, അവർക്ക് സ്പേസ് ഉണ്ടാക്കി കൊടുത്ത്, അവർക്ക് വർഗീയത പ്രചരിപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് ന്യൂനപക്ഷങ്ങളുടെ ഇടയിൽ തന്നെ മുസ്ലിം ക്രൈസ്തവ വിഭാഗങ്ങളുടെ ഇടയിൽ ഭിന്നത ഉണ്ടാക്കി അതിൽ നിന്ന് മുതലെടുപ്പ് നടത്താൻ BJPക്കും സംഘപരിവാറിനും മുനമ്പം വിഷയത്തിൽ ഇടമുണ്ടാക്കി കൊടുത്തതും ആ വിഷയം തീർക്കാതെ നീട്ടിക്കൊണ്ടുപോവുകയും ചേലക്കര ഉപതെരഞ്ഞെടുപ്പിൻ്റെ 2 ദിവസം മുമ്പ് തൃശ്ശൂർ ജില്ലയിൽ വഖഫ് നോട്ടീസ് കൊടുക്കുകയും വയനാട് ഉപതെരഞ്ഞെടുപ്പിന് മുമ്പ് 2 ദിവസം മുമ്പ് വയനാടിൽ വഖഫ് ബോർഡിൻ്റെ നോട്ടീസ് കൊടുക്കുകയും വഖഫ് ബോർഡ് നോട്ടീസ് കൊടുത്ത പിറ്റേ ദിവസം BJPയുടെ സംസ്ഥാന നേതാക്കൾ അവിടെ സന്ദർശിച്ച് വർഗീയതയ്ക്ക് തീ കൊളുത്തുകയും ചെയ്യുക. ഈ BJP CPM ഈ ബാന്ധവമാണ് ഈ അവസാനത്തെ ദിവസത്തെ ഈ ഹീനമായ വർഗീയ പ്രചരണത്തിലൂടെ പുറത്തു കൊണ്ടുവന്നിരിക്കുന്നത്. ഒരാൾ BJPയുടെ രാഷ്ട്രീയം വിട്ട് കോൺഗ്രസിൽ ചേർന്നാൽ എന്താണ് പിണറായി വിജയന് കുഴപ്പം? ഓരോ പത്രത്തിലും ഓരോ രീതിയിലാണ് പരസ്യം. അതാണ് സ്വന്തം പത്രത്തിൽ കൊടുക്കാൻ ധൈര്യമില്ലാത്ത പരസ്യമാണ് മുസ്ലിം സംഘടനകളുടെ പത്രത്തിൽ കൊടുത്തിരിക്കുന്നത്. പഴയ പ്രസിദ്ധമായ കാലടി ഗോപിയുടെ 7 രാത്രികൾ എന്നുള്ള പ്രസിദ്ധമായ നാടകത്തിലെ ഏറ്റവും രസകരമായ കഥാപാത്രം പാഷാണം വർക്കിയെ ഓർമ്മിപ്പിക്കുന്ന രീതിയിലാണ് പിണറായി വിജയൻ ഇപ്പം മാറിയിരിക്കുന്നത്. കാരണം ഹിന്ദുവിൻ്റെ വീട്ടിൽ പോകുമ്പോൾ കൃഷ്ണൻ്റെ പടം വയ്ക്കും പാഷാണം വർക്കി, അവിടെ മാറ്റി ക്രിസ്ത്യാനിയുടെ വീട്ടിൽ പോകുമ്പോൾ ക്രിസ്തുവിൻ്റെ പടമാക്കി മാറ്റും, അപ്പുറത്തും പടം ഒട്ടിച്ചിരിക്കുക. ഇങ്ങനെ ആളുകളെ കബളിപ്പിക്കുന്ന പാഷാണം വർക്കി മലയാള നാടക ചരിത്രത്തിലെ ഏറ്റവും രസകരമായ കഥാപാത്രമാണ്. ആ പാഷാണം വർക്കിയുടെ നിലയിലേക്കാണ് കേരളത്തിലെ മുഖ്യമന്ത്രി പിണറായി വിജയൻ തരംതാണ് പോയിരിക്കുന്നത്. ഇത്ര ഹീനമായ വർഗീയ, ഇത് എന്തൊരു ഇടതുപക്ഷ പാർട്ടിയാണ്? ഇതാണോ ഇടതുപക്ഷം? ഇതാണോ കമ്മ്യൂണിസ്റ്റ് പാർട്ടി? ഇവരാണോ പുരോഗമന പാർട്ടി? ഇവർ തീവ്ര വലതുപക്ഷ പിന്തിരിപ്പന്മാരാണ് എന്ന് ഉറക്കെയാണ് വിളിച്ചു പറയുന്നത്. തെരഞ്ഞെടുപ്പിൻ്റെ തലേദിവസം പുരപ്പുറത്ത് കയറി എന്ന് വിളിച്ചു പറയുകയാണ്, ഞങ്ങൾ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയല്ല, ഞങ്ങളൊരു ഇടതുപക്ഷ പാർട്ടിയല്ല, ഞങ്ങളൊരു പുരോഗമന പാർട്ടിയല്ല, തെരഞ്ഞെടുപ്പ് കാലത്ത് എന്തും ചെയ്യാൻ മടിക്കാത്ത വലതുപക്ഷ പിന്തിരിപ്പൻ പാർട്ടിയാണ്, തീവ്ര വലതുപക്ഷ പിന്തിരിപ്പൻ പാർട്ടിയാണ്. നാണം. സത്യത്തിൽ ഇവരുമായിട്ടാണല്ലോ ഫൈറ്റ് ചെയ്യണമെന്നോർത്ത് ഞങ്ങൾക്ക് ലജ്ജയുണ്ട്. ഉറപ്പായി ഇത് കണ്ടില്ലേ? ഞാൻ പാഷാണം വർഗീയ എന്ന് പറഞ്ഞ വെറുതെ ആണോ? മുസ്ലിം സംഘടനകളിൽ മുസ്ലിം പ്രചരണം, ക്രൈസ്തവർക്ക് സ്വാധീനമുള്ള പത്രത്തിൽ വേറെ പ്രചരണം. ഇത് ഈ പാർട്ടി അല്ലാതെ വേറെ ആരെങ്കിലും ചെയ്യൂ? ശരിക്കും വർഗീയതയ്ക്ക് തീ കൊടുക്കുകയാണ്. സംഘപരിവാർ നാണം കെട്ടുപോകും ഇവരുടെ മുമ്പിൽ. അതുപോലെയാണ് ഇവർ പ്രചരിപ്പിക്കുന്നത്. പാലക്കാട് ഞങ്ങൾ 10,000 വോട്ടിന് ജയിക്കുമെന്നായിരുന്നു ഞങ്ങളുടെ പ്രതീക്ഷ. ഇവർ ഈ വൃത്തികേടെല്ലാം കാണിക്കുന്നതുകൊണ്ട് അത് 15,000 കടന്നാലും അത്ഭുതപ്പെടാനില്ല. ഞാൻ സത്യസന്ധമായിട്ടാണ് കണക്ക് പറയുന്നത്. ഞങ്ങൾ ചേലക്കരയിൽ പറഞ്ഞില്ലല്ലോ 10,000 വോട്ടിന് ജയിക്കുമെന്ന്. ചേലക്കരയിൽ 3,000-നും 5,000-നും വോട്ടിൽ. കാരണം ഞാനത് പറയുന്ന എൻ്റെ കൂടി വിശ്വാസയുടെ ഭാഗമാണ്. നാളെ നിങ്ങളൊരു തിരഞ്ഞെടുപ്പ് വരുമ്പോൾ എന്നോട് ചോദിക്കും, ഞങ്ങൾ ചേലക്കരയിൽ 10,000 ഒന്നും പ്രതീക്ഷിക്കുന്നില്ല, ഞങ്ങൾ 3,000-നും 5,000-നും വോട്ടിനിടയിൽ. ഇവിടെ 10,000-ആണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത്. 10,000 കടക്കുമെന്ന്. അതിൻ്റെ അപ്പുറത്തേക്ക് പോകും. അല്ലല്ല, അതൊന്നും ജനങ്ങൾ വകവയ്ക്കില്ലെന്നേ. കേരളത്തെക്കുറിച്ച് ഇവരെന്താ ചിന്തിച്ചത്? ഇവർ ഈ കാഫിർ സ്ക്രീൻഷോട്ട് വിവാദം ഉണ്ടാക്കി ഇല്ലേ? എന്തിനു വേണ്ടിയിട്ടാണ് ചെയ്തത്? ന്യൂനപക്ഷ പ്രീണനത്തിന് വേണ്ടി തിരഞ്ഞെടുപ്പിന് തൊട്ടു മുമ്പ് ചെയ്തതാണ്. എന്താ തിരിച്ചടി കിട്ടിയത്? അവിടെ എന്ത് തിരിച്ചടിയാണ് കിട്ടിയത്? നാണം കെട്ട തോൽവി അവിടെ ഏറ്റുവാങ്ങേണ്ടി വന്നില്ലേ? ആരെങ്കിലും വിശ്വസിച്ചോ?
ഇവരുടെ ഈ കപട പ്രീണന തന്ത്രം ആരെങ്കിലും വിശ്വസിച്ചോ? കേരളമാണിത്. ഇത് കേരളമാണ് എന്ന് പാലക്കാട് ഒന്നുകൂടി പിണറായി വിജയനെയും CPM-നെയും ഓർമ്മപ്പെടുത്തി കൊടുക്കും. ഇന്നലെ ഒരു ചോദ്യം ചോദിച്ചിട്ട് ഒരുത്തനും ഉത്തരം പറയാൻ വന്നില്ലല്ലോ ഒരാളും. ഇത് സർക്കാരിൻ്റെ വിലയിരുത്തലാണോ? ആണ് എന്ന് പറയാനുള്ള ധൈര്യം മുഖ്യമന്ത്രിക്കോ ഏതെങ്കിലും CPM നേതാവിനുണ്ടെന്ന് ഞാൻ ചോദിച്ചു. പ്രതിപക്ഷത്തിൻ്റെ വിലയിരുത്തലായിട്ട് കണക്കാക്കാൻ ഞങ്ങൾ തയ്യാറാണ്. ഇപ്പോഴും ഈ വൃത്തികെട്ട വർഗീയ പ്രചരണം നടത്തും. താങ്കൾ ചോദിച്ച ചോദ്യമില്ലേ, അതിൻ്റെ മറുപടിയാണ്. പാലക്കാടത്തെ തെരഞ്ഞെടുപ്പ് ഞങ്ങൾ തയ്യാറാണ് പ്രതിപക്ഷത്തിൻ്റെ കൂടെ വിലയിരുത്തലായി നോക്കിക്കും. പക്ഷെ സർക്കാരിൻ്റെ വിലയിരുത്തലായി ഈ തെരഞ്ഞെടുപ്പിനെ കാണാൻ ധൈര്യമുണ്ടോ? അങ്ങനെ ആണെന്ന് പറയാൻ ധൈര്യമുണ്ടോ? അതാണ് ചോദ്യം. മിണ്ടിയിട്ടില്ല ഒരാൾ 24 മണിക്കൂർ കഴിഞ്ഞ് ചോദിച്ചിട്ട്. അതിനുള്ള മറുപടി ഇത്. ഈ വർഗീയ പ്രചരണം എന്തൊരു നാണം കെട്ട പാർട്ടിയാണിത്. മറ്റൊരു കാര്യം, സന്ദീപ് വാര്യർ കോൺഗ്രസിലേക്ക് വന്നതോടുകൂടി BJP ഭാഗത്ത് വിഭജിച്ച് വന്നാലും ഒന്നിച്ചു ചേർന്നു എന്ന് പറയുക, അങ്ങനെ ഒരു തെറ്റായ പ്രചരണമാണ്. BJP-യുടെ ഒരു വിയോജിപ്പിൻ്റെ ശബ്ദം സന്ദീപ് വാര്യരുടെ അല്ലേ? അദ്ദേഹം പറഞ്ഞല്ലോ. അതുമാത്രമല്ലല്ലോ, BJP-യിലുണ്ടായ ആന്തരിക പ്രശ്നങ്ങൾ മാത്രമല്ല, അത് അദ്ദേഹത്തിന് പ്രചോദനമായിട്ടുണ്ടാവും. അദ്ദേഹം ആ വെറുപ്പിൻ്റെ രാഷ്ട്രീയം വിടുകയാണ്. ഇനി കോൺഗ്രസിൻ്റെ ഐഡിയോളജിയിൽ ചേർന്ന് പ്രവർത്തിക്കും. അതിനെന്താ ഇത്ര വലിയ പ്രശ്നം? RSSകാർ CPM-കാരെ ആയിട്ട് ആക്രമണം ഉണ്ടായ ഒരു കാലം ഉണ്ടായിരുന്നു ഇല്ലേ? കണ്ണൂർ ഇപ്പം ഇല്ല, ഇപ്പം സെറ്റിൽമെൻറ്റാണ്. ഇപ്പോൾ 10 കൊല്ലം ആയിട്ട് ഒരു വഴക്കുമില്ല. ഉണ്ടായിരുന്ന കാലത്ത് RSS അക്രമി സംഘങ്ങൾക്ക് നേതൃത്വം കൊടുക്കുകയാണ് എന്ന് CPM ആരോപിച്ച പ്രതിപക്ഷ നേതാവ് VD സതീശൻ മാധ്യമങ്ങളെ കാണുകയായിരുന്നു. പരസ്യ വിവാദത്തിലാണ് CPM-നെ കടന്നാക്രമിക്കുന്നത്. ന്യൂനപക്ഷ വോട്ടുകൾ ഭിന്നിപ്പിക്കാനുള്ള CPM-ന്റെ രാഷ്ട്രീയ നീക്കമാണ്. അത് BJP-യെ സഹായിക്കാൻ വേണ്ടിയാണ് പാലക്കാട്ട് എന്നാണ് VD സതീശൻ കുറ്റപ്പെടുന്നത്. സർക്കാരിൻ്റെ വിലയിരുത്തലാണോ എന്ന് പറയാൻ ഇന്നലെ മുഖ്യമന്ത്രിയെയും CPM-നെയും വെല്ലുവിളിച്ചെങ്കിലും ആരും പ്രതികരിച്ചിട്ടില്ല എന്നാണ് VD സതീശൻ ആവർത്തിച്ചു പറയുന്നത്. പാലക്കാട്ടെ ഉപതെരഞ്ഞെടുപ്പിന് മണിക്കൂറുകൾ മാത്രം ബാക്കി നിൽക്കെ ശക്തമായ രാഷ്ട്രീയ പ്രതികരണങ്ങളാണ് ഈ ഘട്ടത്തിലും വരുന്നത്.